ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ടെന്നതിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ ചിന്തകൾ നമ്മളെ ബാധിക്കുന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ ചുറ്റിനുമുള്ള കുറച്ച് ആൾക്കാരിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോഴും സഹകരിക്കുന്ന ചില വ്യക്തികൾ, അവരൊന്നും ചിലപ്പോഴും അസുഖം പറയുന്ന വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ നമ്മളോട് പറയുന്നത് മൊത്തം എന്തായിരിക്കും? അവരുടെ അസുഖം, രോഗം, ബുദ്ധിമുട്ട്, അവരുടെ ഹോസ്പിറ്റലിൽ പോയ കഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ കടത്തെക്കുറിച്ച് പറയുന്ന കടങ്ങൾ ബുദ്ധിമുട്ട് ഉള്ള വ്യക്തികളെ നോക്കിക്കും അവർ സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങൾ മാത്രമായിരിക്കും. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എന്തിലേക്കാണോ നമ്മുടെ ശ്രദ്ധ, അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എൻ്റെ ലൈഫിൽ തന്നെ നോക്കിയാൽ ഞാൻ പോസിറ്റീവായ സമയത്താണ് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് എൻ്റെ ഒരു ലൈഫിനെ ചേഞ്ച് ചെയ്യാനും പറ്റിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ ഒന്ന് ഞാൻ സംസാരിക്കുന്നത് പോലും എൻ്റെ ലൈഫിൽ ഞാനൊരു മാറ്റം വരുത്തിയപ്പോൾ മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ, ഞാനൊരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ ഒരു വീഡിയോ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ചിലപ്പോൾ കാണുന്നത്. പക്ഷെ ആ വളരെ കുറച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു ബോധം കൊടുക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളത്, അത് പറ്റിയാൽ എനിക്കത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മാറുന്ന സമയത്തുണ്ടല്ലോ, നെഗറ്റീവ് ആൾക്കാർ നമ്മളിൽ നിന്ന് അകന്നു പോകും. അത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് ആൾക്കാരുണ്ടായിരുന്നു. നെഗറ്റീവായിട്ട് എന്നോട് പെരുമാറുന്നവർ, സംസാരിക്കുന്നവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പോസിറ്റീവായിട്ട് മാറിയപ്പം അവരൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ പോയി എന്നുള്ളത് മാത്രമല്ല, ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളെ തേടി പിടിച്ച് നമ്മുടെ അടുക്കലേക്ക് വരും എന്നുള്ളതാണ് സത്യം. ഒന്നുമില്ലെങ്കിൽ ഒരു വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അവർ നമ്മളെ ശരിക്കും, എനിക്ക് അങ്ങനത്തെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും ഞാൻ അവരെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവർ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ നമ്മളെ തേടി പിടിച്ചത്, അതായത് നമ്മുടെ അടുത്ത് പോസിറ്റീവായിട്ടുള്ളവരില്ലെങ്കിൽ ദൂരത്തുനിന്ന് പ്രപഞ്ചശക്തി നമുക്ക് എത്തിച്ചു തരും. പോസിറ്റീവായിട്ടും ഉള്ളവരെ നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് നിലനിർത്താനും ഒക്കെ പറ്റുന്ന വ്യക്തികളെ യൂണിവേഴ്സ് തന്നെ നമ്മുടെയിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ മാറുക. അപ്പം ഞാൻ നെഗറ്റീവായിരുന്ന സമയത്ത് എനിക്കെപ്പോഴും ശരീരത്തിന് ഒരു എനർജി ഉണ്ടായിരിക്കത്തില്ല. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ചടച്ചിട്ട് കിടന്നുറങ്ങണം, അങ്ങനെ അലസത അല്ലെങ്കിൽ അങ്ങനെ അസുഖങ്ങൾ അങ്ങനെ. പക്ഷേ ഞാൻ പോസിറ്റീവായി മാറിയപ്പം ഞാൻ ഹെൽത്തിയായി. ഞാൻ അത്തരം കാര്യങ്ങളിലോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ എവിടെയായിരുന്നു പ്രശ്നം? എൻ്റെ ശരീരത്തിലായിരുന്നില്ല, എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തയിലുമായിരുന്നു തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ക്യാഷിൻ്റെ കാര്യമായാലും ഞാൻ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യാനും പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് ഇല്ല എന്നുള്ള ആ ഫീലുകൾ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ആവശ്യം സാധിക്കാനുള്ള ക്യാഷെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റിയിലോട്ട് ഞാൻ വന്ന സമയം മുതൽ എനിക്ക് ആ ഒരു ക്യാഷ് ആവശ്യത്തിനെങ്കിലും കിട്ടിയിരിക്കും. എൻ്റെ ആ ഒരു കാര്യം നടക്കാനുള്ളതെങ്കിലും എൻ്റെ കയ്യിൽ വന്ന് ചേർന്നിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്, നിങ്ങളും എപ്പോഴും ആ ചിന്തകളിൽ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ സ്വയം പറയുന്നത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്സ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റീവിനെ നമ്മൾ അട്രാക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈശ്വരനെ കുറ്റം പറയും. ദൈവം എനിക്ക് നല്ലതൊന്നും തന്നില്ല, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ വിധിയാണ് എന്നൊക്കെ പരാതി പറയും. പക്ഷെ അങ്ങനെയല്ല. പണ്ടൊക്കെ ഞാനും വിധിയിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം അങ്ങനെയല്ല. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചും നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞും കേട്ടും ഒക്കെ അട്രാക്ട് ചെയ്തെടുത്തതാണ്. എന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ വയനാട് ദുരന്തം. ആ വയനാട് ദുരന്തം നടന്നപ്പം നമ്മുടെ വീടുകളിൽ ടിവികളിൽ എന്താണ് കൂടുതൽ സമയം ഓടിയത്? ഫുൾ ടൈം അവിടുത്തെ ഫുള്ള് വീഡിയോസ്, ഓരോ ചാനലുകൾ മാറി ന്യൂസ് ചാനലുകൾ വെച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ. എന്നുവെച്ചാൽ സമൂഹത്തിൽ നടക്കുന്നതൊന്നും നമ്മൾ അറിയരുത് കേൾക്കരുതെന്നൊന്നും അല്ല. നമ്മളെല്ലാം അറിയണം, കേൾക്കണം.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം. അതിനപ്പുറം അതിൻ്റെ ആ ഡീപ്പർ ലെവലിലേക്ക് ഇറങ്ങിപ്പോയി ഫുൾ ടൈം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത്തരം ചിന്തകളും അത്തരം ചിത്രങ്ങളും എന്നുവെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു എന്തുവാ വിവേകമുള്ള ഒന്നല്ല. അവിടെ എന്താണ് ഫിൽറ്ററിങ് ഒന്നുമില്ല. അതിലേക്ക് എന്താണോ പോകുന്നത് അതങ്ങ് സ്വീകരിക്കുക അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കേൾക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം. നമുക്ക് എന്താ കാണണ്ടേന്നുള്ളതിന് നമ്മൾ തീരുമാനിക്കണം. എനിക്കത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുറച്ച് വിഷം ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. അത് അട്രാക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിലോട്ട് വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കണ്ട് അവസാനം നമ്മുടെ ലൈഫിലും അതുപോലെ ഉള്ളതോ അല്ലെങ്കിൽ അതിന് സമാനമായതോ ഒക്കെ ആയിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കും. അന്നേരം പിന്നെ നമ്മൾ പറയുക എനിക്കിങ്ങനെ വന്നു, ഞാൻ എപ്പോഴും ദൈവത്തെ വിളിച്ചു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, അമ്പലത്തിൽ പോയി, എന്നിട്ട് എൻ്റെ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെ വിധിയാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് ആ ഒരവസ്ഥ വരുത്തിയത് എന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അപ്പം എൻ്റെ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തിരിച്ചറിയുക. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫിനെ നോക്കുക, നിങ്ങളുടെ ചിന്തകളെയും നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കൂടുതലായി ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാൻ അത്തരത്തിലുള്ള ചിന്തകൾ എന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം വിശകലനം ചെയ്യണം. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ എന്താ വേണ്ടത്, നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക. മനസ്സിനെ എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ വിചാരമാണ്, നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ്, അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഭയങ്കര അനുസരണയാണ് നമ്മുടെ മനസ്സിന്. നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നിൽ ഭയങ്കര അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ നിൽക്കും. എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണത്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഒരു മോശം ചിന്ത വരുമ്പോൾ അതിനെ ആ സ്പോട്ടിൽ തിരിച്ചറിയുകയും ആ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്യാൻസൽ അടിച്ച് കളയണം. എന്നിട്ട് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള കുറേ പോസിറ്റീവ് ചിന്തകൾ നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കണം. നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നുള്ള ചിന്തയും ശ്രദ്ധയും, അയലത്തുകാരൻ എന്തെങ്കിലും ചെയ്തോ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ളവരെന്തെങ്കിലും ചെയ്തോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവണം. ആ സ്വപ്നങ്ങളൊക്കെ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അതിന് വേണ്ടുന്ന ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് വിതച്ചു കൊടുക്കുക. ഒന്ന് മനസ്സിലാക്കുക, നമ്മളൊരു വിത്തിട്ട് കൊടുത്താണല്ലോ അത് 10 മടങ്ങായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ നെല്ല് വിതച്ചാൽ ആ വിതയ്ക്കുന്ന അത്രയും നെല്ലല്ല നമുക്ക് കിട്ടുന്നത്, അത് 10 മടങ്ങായിട്ടാണ് നമ്മളിലേക്ക് അത് തിരിച്ചു വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് പോകുന്ന ചിന്തകൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് 10 മടങ്ങായിട്ടായിരിക്കും നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു വാസ്തവം കൂടി എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഞാൻ തരുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അപ്പം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.